നരേന്ദ്രമോദിയുടെ വസതിക്ക് മുൻപിൽ വിദ്യാർത്ഥികൾക്ക് ന്യായം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എംപിമാരും മറ്റ് പ്രതിപക്ഷ എംപിമാരും പ്രമുഖ സാമൂഹിക പ്രവർത്തകരും കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. ഇതിൽ ഭയചകിതരായി പേടിച്ചെറിഞ്ഞ സംഘിക്കൂട്ടം സവർക്കർ കൂട്ടം പോലീസിനെ അയച്ച് രാഹുൽ ഗാന്ധിയെയും കൂട്ടരെയും ബലമായി അവിടുന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ഛത്രസാൽ സ്റ്റേഡിയത്തിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് ആയിരുന്നു. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തെ വിദ്യാർത്ഥികളെയും ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ഛത്രസാൽ സ്റ്റേഡിയത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം കേട്ടുകൊള്ളൂ. This morning I went and met the Speaker of the Lok Sabha and I said to him that it was important that we be allowed to debate what happened to the students the day before. The Speaker said he needed to take permission from the government, but it was very clear to us in the hours after that there was no interest in the government of having a debate. तो हमने डिसीजन लिया कि हम प्राइम मिनिस्टर के घर के सामने जाके धरना करें और जो स्टूडेंट्स की इशू है, जो देश के लिए सबसे ज़रूरी इशू है और जो उनके खिलाफ किया गया है, वो हम नेशनल अटेंशन में लाएं और प्राइम मिनिस्टर का घर के सामने जाके करें. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions. And there's absolutely nothing wrong with asking these questions. Students की मांगे हैं, पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन, दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है देश का सबसे बड़ा इशू है, इस पे कल लोकसभा में राज्यसभा में डिबेट हो और हम अपनी बात रख सकें. मेरा मोदी जी से एक सजेशन है एज एलओपी, कल जो हुआ, जो आपकी सरकार ने, आपके होम मिनिस्टर ने किया, उसके लिए आप देश के स्टूडेंट से माफ़ी मांगिए और जल्दी से जल्दी एग्जामिनेशन सिस्टम और एजुकेशन सिस्टम्स पर रिफॉर्म शुरू कीजिए. आप सब ने हमारा समर्थन किया. सारे लोग जो स्टूडेंट्स की इशू के लिए लड़ रहे हैं, एक साथ लड़ रहे हैं, मैं आप सबका दिल से धन्यवाद करता हूं. ഇവിടെ രാഹുൽ ഗാന്ധി ശക്തമായി പറയുകയാണ്, സ്പീക്കറെ ചെന്ന് കണ്ടപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുന്നതിന് മോദിയുടെ അനുമതി തനിക്ക് വേണമെന്ന് സ്പീക്കർ പറഞ്ഞു. എന്നാൽ അവർക്ക് വ്യക്തമായി അതിനുള്ള അനുമതി ലഭിക്കുകയില്ലെന്ന് മനസ്സിലായി. അതിനാൽ മോദിയുടെ വസതി തന്നെ ഉപരോധിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് കണ്ട് മോദിയുടെ വസതി ഉപരോധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയാണ്, അമിത്ഷായും ധർമ്മേന്ദ്ര പ്രധാനും രാജിവെക്കാതെ തരമില്ല എന്ന്. വിദ്യാർത്ഥികളെ പോലീസിനെ കൊണ്ട് തല്ലിച്ചതപ്പിച്ച അമിത്ഷാ രാജിവെക്കണം. വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. കുട്ടികൾക്കെതിരെ ആക്രമണം നടത്തിയ മോദിയുടെ ഗുണ്ടകളായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം. ഏതൊക്കെ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ അതെല്ലാം റദ്ദാക്കണം. അവസാനമായി പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ആവശ്യപ്പെടുകയാണ്, ഈ വിഷയത്തിൽ നാളെ പാർലമെന്റിൽ ചർച്ച നടത്തി തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകണം. അതുപോലെ രാജ്യത്തെ ജനങ്ങളെല്ലാം എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മോദിയുടെ വസതിക്ക് മുൻപിൽ തന്നെ സമരം നടത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതുപോലെ മോദിക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. ഇന്നലെ നടന്നത് നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും ചേർന്നാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ നിങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികളോട് മാപ്പ് ചോദിക്കുക. ഏറ്റവും പെട്ടെന്ന് വിദ്യാഭ്യാസ സമ്പ്രദായവും പരീക്ഷാ സമ്പ്രദായവും നവീകരിക്കുക. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പിന്തുണ നൽകി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്.
അങ്ങനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ സ്ഥലത്ത് വെച്ച് രാജ്യത്തെ ജനങ്ങൾക്കായി അദ്ദേഹം സന്ദേശം നൽകുകയാണ്. അദ്ദേഹം ശക്തമായി പറഞ്ഞിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരിക്കുന്ന അമിത്ഷാ രാജിവെക്കാതെ തരമില്ല എന്ന്. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനും മോദിയും കൂട്ടരും വലിയ അബദ്ധമാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?